ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും RCB മാനേജ്മെന്റിനും പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കും നോട്ടീസ് നൽകുമെന്ന് ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണർ G. ജഗദീഷ് 7 ദിവസത്തിനകം മൊഴി നൽകണം എന്നാണ് നിർദ്ദേശം. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, അതിനിടെ ഇപ്പോൾ സർക്കാർ ഒരു കാര്യം കൂടി ഹൈക്കോടതി അറിയിക്കുന്നുണ്ടല്ലോ. ഈ RCB ആണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തിയതെന്നാണല്ലോ സർക്കാർ ഇപ്പോൾ കർണാടക ഹൈക്കോടതി അറിയിക്കുന്നത്. മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച കോടതി ഈ വിഷയത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ചാണ് ഈ കേസ് രാവിലെ പരിഗണിച്ചത്. അപ്പോൾ അത്തരത്തിൽ വൈകിട്ട് ഒരു റിപ്പോർട്ട് നൽകണം, 2:30 മുമ്പ് ഒരു റിപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് AG നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം ഈ RCB മാനേജ്മെൻറ്റാണ് ഇത്തരത്തിൽ ഇവൻ്റ് നടത്താൻ, ഈ സ്റ്റേഡിയത്തിനുള്ളിൽ നടന്ന ഇവൻറ്റിൻ്റെ ഉത്തരവാദിത്വം RCB മാനേജ്മെൻറ്റിനാണ്. അവരാണ് ഈ ഇവൻ്റ് നടത്തിയത് എന്ന തരത്തിലേക്ക് സർക്കാർ അവരുടെ ചുവട് മാറ്റുകയാണ്. അത് നേരത്തെ തന്നെ ഏതാണ്ട് വ്യക്തമായതാണ്. കാരണം ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം നടക്കുമ്പോൾ RCB മാനേജ്മെൻറ്റിനും ഒപ്പം തന്നെ BCCIക്കും ഒക്കെയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്, ഈ ഇവൻ്റ് മാനേജ്മെൻറ്റിനും ഉൾപ്പെടെ. അപ്പോൾ തന്നെ ഏതാണ്ട് RCB മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ കൂടുതൽ കുരുങ്ങുകയാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ വാദം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത് RCB മാനേജ്മെൻറ്റാണ് ഈ ഇവൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നത്. അത് കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ ഫാൻസിന് ഫ്രീ ടിക്കറ്റ് ലഭിക്കും എന്നുള്ളൊരു പരസ്യമുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കൂടുതൽ ആളുകൾ എത്തിയത് എന്നുള്ള ഒരു ചോദ്യം കോടതി ചോദിച്ചു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് RCB മാനേജ്മെൻറ്റാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്, അവരാണ് ഈ ഇവൻ്റ് നടത്തുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ കർണാടക സർക്കാർ പറഞ്ഞിരുന്ന അത്ര പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കോടതിയിൽ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 1600ഓളം പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നതാണ്. ഇന്നലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത് 5000ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ അത്തരത്തിൽ 2 ലക്ഷത്തിലധികം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഔദ്യോഗികമായി കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ അക്കാര്യത്തിലൊരു വാദം തുടരുന്നുണ്ട്. കോടതി ഈ സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റുകളെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു. എല്ലാ ഗേറ്റുകളിലും അപകടം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ IPL മത്സരം നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 15 ദിവസത്തിനകം ഒരു റിപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാദിക്കുന്നത്. എന്തായാലും കോടതി കുറെ കൂടി ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കോടതി എന്താണ് പറയുന്നത് എന്ന് വ്യക്തമാകും. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.